ഇലോൺ മസ്ക് വരെ ഈ തിയറിയിൽ വിശ്വസിക്കുന്നുണ്ട്. സിമുലേഷൻ തിയറി. എ സെറ്റ് ഓഫ് പീപ്പിൾസ് വന്നിട്ട് ഈ തിയറി വിശ്വസിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഇലോൺ മസ്ക്. എന്താണ് ഈ സിമുലേഷൻ തിയറി നോക്കുന്ന മുമ്പേ സിമുലേഷൻ എന്താന്ന് എക്സാമ്പിളായിട്ട് പബ്ജി എടുക്കുക. ഒരു ലാൻഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ക്യാരക്ടേഴ്സ്, ഗണ്ണ്, വെഹിക്കിൾ, വീടിനകത്തുള്ള സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞ് ഒരു റിയൽ വേൾഡ് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു ഗെയിമിലാക്കുന്ന പറയുന്നതാണ് സിമുലേഷൻ എന്ന്. സോ ഈ സിമുലേഷൻ തിയറി വിശ്വസിക്കുന്നവർ പറയുന്നത് നമ്മളും ഒരു സിമുലേഷനിലാണ്, ഒരു ഗെയിമിലാണെന്ന്. ഇത് കേൾക്കുമ്പോൾ പൊട്ടത്തരായിട്ട് തോന്നും. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് എനിക്കും തോന്നി നമ്മൾ സിമുലേഷനിലാണോ എന്ന്. ഡ്രീം എക്സൈറ്റ് ആയിട്ട് ഡ്രീം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഡ്രീമിൻ്റെ അകത്ത് ക്ലോക്ക്, ബുക്സ്, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്ന പോലെ, ബുക്ക് എഴുതുന്ന പോലെ ഒന്നും നമുക്ക് ഡ്രീമിൽ കാണിക്കൂല. സോ ഈ സിമുലേഷൻ തിയറി വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് നമ്മളെ പ്രോഗ്രാമിങ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ. ദേജാവു. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഇത് മുമ്പ് ചെയ്തതുപോലെ നമുക്കൊരു തോട്ട് ഉണ്ടാവും. അതിനെ പറയുന്നതാണ് ദേജാവു എന്ന്. പക്ഷേ ഈ സിമുലേഷൻ തിയറി വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് അതൊരു ഗ്ലിച്ചാണെന്നാണ്. ഈ ഗെയിമിലൊക്കെ കാണുന്ന ബഗ് പോലെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ ദേജാവു. 7 സെക്കൻഡ്സ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 7 സെക്കൻഡ്സ് നമ്മുടെ ബ്രെയിൻ വന്നിട്ട് നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്ത് കാണിക്കുമെന്ന്. അതുപോലെ തന്നെ ഒരു ഗെയിമിൽ ഒരു ക്യാരക്ടർ മരിക്കുവാണെങ്കിൽ സ്ലോ മോഷനിൽ 7 സെക്കൻഡ്സ് കാണിക്കും. ബ്രെയിൻ നമ്മൾ എത്ര മോഡേൺ ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ ഇതുവരെ ആരും പൂർണ്ണമായിട്ടും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സിമുലേഷൻ തിയറി പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആളുടെ സിസ്റ്റം കമ്പ്യൂട്ടർ എന്നാണ്. മൈൻഡ് വോയിസ്. നമ്മളൊരു ട്രാഫിക്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലച്ച് പിടിക്ക്, ബ്രേക്ക് ചവിട്ട്, ഗിയർ ഡൗൺ ചെയ്യുന്നവർ നമ്മുടെ ബ്രെയിൻ നമുക്ക് സിഗ്നൽ തരും. അറ്റ് സെയിം ടൈം നോക്കിപ്പോ ആ ഫ്രണ്ടിലുള്ള കാർ ഇടിക്കല്ലേ, സിഗ്നൽ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൈൻഡിൽ ഒരാൾ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആളുടെ വോയിസ് ആയിരിക്കും. സോൾ. ഒരു സ്പേമും ഒരു എഗ്ഗും ചേർന്നാണ് ഈ ബോഡി ഫോം ആവുന്നത്. ഈ സോൾ, ഈ ജീവൻ, ഇത് എവിടെ നിന്നാണ് വരുന്നത്? മരിക്കുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ശരിക്കും സിമുലേഷനിലാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.